This is 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് ഷോ തുടരുകയാണ്. വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. കോഴിക്കോട് ആകാശവാണിയിലൂടെ മലയാളി ശ്രോതാക്കളുടെ മനസ്സിൽ പതിഞ്ഞ വാചകമാണിത്. 27 കൊല്ലത്തെ സേവനത്തിന് ശേഷം വാർത്താ പാരായണൻ ഹക്കീം കൂട്ടായി ഇന്ന് കോഴിക്കോട് ആകാശവാണിയുടെ പടിയിറങ്ങുന്നു. ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. വർഷം മുൻപൊരു നവംബർ 28-നാണ് മലപ്പുറം കൂട്ടായി സ്വദേശി ഹക്കീം ആകാശവാണിയുടെ പടി കയറിയത്. ഇടതടവില്ലാത്ത വാർത്താവായനയിലൂടെ പിന്നീട് ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്കും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്താപ്പ ബാപ്പയുടെ ജ്യേഷ്ഠൻ ഒരു റേഡിയോ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി, ഇതിനകത്ത് റേഡിയോക്കകത്ത് വരണം, ഇതിനകത്ത് ഒരാളാവണം, ഇതിനകത്ത് കേൾക്കുന്ന ശബ്ദം എനിക്കും ഉണ്ടാകണം, എന്നിൽ നിന്നുണ്ടാകണം എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പരിശ്രമം തുടങ്ങിയത്. പേര് കേട്ട് പരിചയമുള്ള പലർക്കും നേരിൽ കാണുമ്പോൾ അത്ഭുതമാണ്. അതുതാനല്ലയോ ഇതെന്ന് സംശയം. എന്നാൽ സ്നേഹത്തിനൊട്ടും കുറവില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ പേരും ജോലിയൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ വെളിപ്പെടുത്തുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണവും എന്നെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂരിഭാഗം ആളുകളും അറിയുന്നുണ്ട്, പക്ഷെ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഈ സ്നേഹപ്രകടനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഡൽഹിയിൽ മലയാളം വാർത്താ വായനക്കാരനായാണ് ഹക്കീം കൂട്ടായി തുടങ്ങിയത്. ശേഷം തിരുവനന്തപുരത്തും പിന്നീട് കോഴിക്കോടും ദുഃഖവും ദുരിതവും സന്തോഷങ്ങളുമെല്ലാം അറിയിച്ച 2.5 പതിറ്റാണ്ടിനൊടുവിൽ പടിയിറക്കം. പ്രിയ ശ്രോതാക്കളെ, വാർത്താബഹുലമായ 27 വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകളോടും സംഭവങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്. 24 കോഴിക്കോട്. എന്തായാലും വാർത്താ പാരായണത്തിലൂടെ ഒരുപാട് ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടിയ ഹക്കീം കൂട്ടായി താങ്കളെ വിരമിച്ചു എന്നും കരുതി. അത് വിരമിക്കലെന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിലുള്ള സ്ഥാനമാണ്, സർവീസ് ബുക്ക് രേഖപ്പെടുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് മാത്രം താങ്കൾ ഇനാക്റ്റീവ് ആകാതിരിക്കുക, വളരെ വിരമിക്കുന്നു എന്ന് പറഞ്ഞ ചടങ്ങ് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക, വളരെ സജീവമായി പ്രവർത്തിക്കുക. താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ കഴിയും. വാർത്തകൾ വായിച്ചുകൊണ്ടേയിരിക്കുക, പത്രത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ.